ശ്രുതി എന്തോ ശ്രുതിയെ പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഓക്കെ, നമുക്ക് കമന്റ്സിലേക്ക് കിടക്കാം. വിവേകേട്ടാ, ശ്രുതി അടിപൊളിയായിട്ട് പാടി. താങ്ക് യു ചേട്ടാ. എപ്പോഴത്തെയും പോലെ ഞങ്ങളെ ഇപ്പോഴും ആ ഒരു പാട്ടിലേക്ക് തന്നെ ലയിപ്പിച്ചിരുത്തി. നല്ല സോങ് ആയിരുന്നു, നല്ല സെലക്ഷൻ ആയിരുന്നു. പിന്നെ ഇളയരാജ സാറിൻ്റെ സോങ്സ് എന്ന് പറയുമ്പോൾ എല്ലാം വളരെ നല്ല സോങ്സ് ആണ്, കേൾക്കാൻ നല്ല സുഖമുള്ള സോങ്സ് ആണ്. എന്താ പറയുക, എനിക്ക് ഫീൽ ചെയ്ത സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഹൈ പിച്ചിലൊക്കെ പാടുമ്പോഴും മുഖത്തും ഒന്നും ഒരു എക്സ്പ്രഷനും ഇല്ല. ഇവിടെ നിന്ന് ഞാൻ ശരിക്കും ഇനി ബാക്കിൽ ട്രാക്ക് ഇട്ടിട്ട് പാടുന്നതാണോ എന്നുള്ള ഒരു ഫീൽ എനിക്ക് ഇടയ്ക്ക് തോന്നിപ്പോയി. കാരണം ഒരു ഫീൽ പോലും ഇല്ല, അത്രയും ഈസി ആയിട്ടും കൂളായിട്ടും പാടി. താങ്ക് യു ചേട്ടാ. സൗഭാഗ്യ ചേച്ചി. ശ്രുതി നന്നായിട്ട് പാടി. ശ്രുതി നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു, നന്നായിട്ട് പാടി. ഇപ്പോൾ വിവേകേട്ടൻ പറഞ്ഞില്ലേ, മോള് കുറച്ച് എക്സ്പ്രഷൻ ലെസ് ആയിട്ടാണ് മേളിൽ പാടുന്നത്, ഭയങ്കര ഈസി ആയിട്ട്. ദാറ്റ്സ് ഗുഡ്. പക്ഷെ ചില പോയിന്റിൽ എക്സ്പ്രഷൻസ് ക്യാൻ ബി യൂസ്ഫുൾ. കുറച്ച് ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ കൊടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഇറ്റ് ഇസ് ടു കോംപ്ലിമെൻറ്റ് യുവർ വോയിസ്. ഹൈയിലൊക്കെ പോകുമ്പോഴത്തേക്കും കുറച്ച് നമ്മൾ ഐബ്രോ ചുളുക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റീച്ച് ചെയ്യാൻ വേണ്ടി തന്നെയാണ്. ബട്ട് പ്ലാസ്റ്റിക് ആയിട്ട് നമുക്ക് റീച്ച് ചെയ്യാൻ ഒരു പരിധിയുണ്ട്. നമ്മൾ ഒരു എക്സ്പ്രഷൻ ഇല്ലാതെ പാടാന്ന് വെച്ച് കഴിഞ്ഞാൽ യു വിൽ ബി ഫേക്കിംഗ് യുവർ ഹൈ വോയിസ്. നമ്മൾ ഫേക്ക് ചെയ്ത് പാടാന്ന് പറയില്ലേ, ഹൈ എത്താനായിട്ട് ഫേക്ക് ചെയ്യുമ്പോഴാണ് എക്സ്പ്രഷൻ ലെസ് ആയിട്ട് വരുന്നത്. ഭയങ്കര നമ്മൾ എഫേർട്ട് എടുത്ത് പാടുമ്പോൾ ഒബ്വിയസ്ലി എക്സ്പ്രഷൻസ് വരും മുഖത്ത്. അപ്പം എനിക്ക് തോന്നുന്നു ശ്രുതി കുറച്ച് ഹൈ പിച്ചിലോട്ട് കുറച്ച് ഫേക്ക് ചെയ്ത് പോകുന്നു അല്ലെങ്കിൽ തോന്നി വോയിസ്. അത് ശ്രുതി നല്ലൊരു വോയിസ് ആണ്, ശ്രുതിക്ക് ക്ലിയർ വോയിസ് ഉണ്ട്. അപ്പോൾ ശ്രുതിക്ക് ഒരിക്കലും ഫേക്ക് ചെയ്യേണ്ടി വരില്ല. ഹൈ വോയിസ് പോകുമ്പോഴത്തേക്കും ഫുൾ കോൺഫിഡൻസോടെ പാടുക. ആദ്യത്തെ 2-3 പ്രാവശ്യം ചിലപ്പോൾ പിച്ച് ഔട്ട് ആവുമായിരിക്കും, ബട്ട് ഡോണ്ട് വറി. അതിന് ഫേക്ക് ചെയ്യാനായിട്ട് പോയി കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. സോ ഡോണ്ട് വറി അബൌട്ട് ദാറ്റ്. ആദ്യം കുറച്ച് ജെന്വനായിട്ട് അങ്ങനെ ഓപ്പണായിട്ട് തന്നെ പാടും, പിന്നെ പിച്ച് ഔട്ടൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. ദാറ്റ്സ് ഓൾ. അപ്പോൾ കുറച്ച് ഇനി അങ്ങോട്ടുള്ള ശ്രുതിയുടെ ജേർണിയിൽ കുറച്ച് ഈ പിച്ചിൻ്റെ കാര്യങ്ങളിൽ കുറച്ചും കൂടി യു ഹാവ് ടു ഗെറ്റ് ട്രെയിൻഡ്, അത്രേ ഉള്ളൂ. അതർവൈസ് യുവർ സിംഗിങ് വാസ് സൂപ്പർ. നല്ല സോങ് സെലക്ഷൻ, നല്ല രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അമ്മു. ശ്രുതി എന്തോ ശ്രുതി പാടിയത് വളരെ നല്ലതായിരുന്നു. എന്നത്തെയും പോലെ നല്ല സുഖം ഉണ്ടായിരുന്നു കേൾക്കാൻ. പിന്നെ സൗഭാഗ്യ ചേച്ചി പറഞ്ഞ പോലെ ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷെ അത് സാരമില്ല, നെക്സ്റ്റ് ടൈം വരുമ്പോൾ അത് മാറ്റാവുന്ന കാര്യമുള്ളൂ. പക്ഷെ ആ സോങ് സെലക്ഷൻ എല്ലാം നല്ലതായിരുന്നു, എല്ലാത്ത പ്രാവശ്യം പോലെ നല്ല സോങ് സെലക്ഷൻ ആയിരുന്നു. ശ്രുതിയുടെ മാക്സിമം ശ്രുതി നന്നായിട്ട് പാടി. ഇടയ്ക്കുള്ള ചേച്ചി പറഞ്ഞ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. അതെന്തായാലും ഫ്യൂച്ചറിലൊക്കെ ആണെങ്കിലും നല്ലോണം നല്ലതായിട്ട് യൂസ്ഫുൾ ആവും ആസ് എ സിംഗർ, ആസ് എ പ്രൊഫഷണൽ സിംഗർ എന്നുള്ള രീതിയിൽ. സോ അത് മാത്രം മനസ്സിൽ വയ്ക്കുക, ബാക്കി എല്ലാം അടിപൊളിയായിരുന്നു. എനിക്കിത് എങ്ങനെ മനസ്സിലാന്ന് പറഞ്ഞാൽ, ഞാൻ ഇതുപോലെ പാടുമ്പം പണ്ട് അമ്മൂമ്മ എന്നെ പാട്ട് പഠിപ്പിക്കുമ്പം ഹൈയിൽ പോകുമ്പോൾ ഞാൻ ഇതേപോലെ എക്സ്പ്രഷൻ ഇല്ലാണ്ട് പാടും. എന്നിട്ട് മേൽ തൊണ്ടയിൽ ഇങ്ങനെ പാടുന്നു. അപ്പം അമ്മ പറയും മേൽ തൊണ്ടയിൽ പാടരുത്, അത് നമ്മുടെ സിംഗിങ്ങിനെ ബാധിക്കും, ഹൈ റേഞ്ചൊക്കെ പിന്നീട് നമുക്ക് പാടാൻ പറ്റാണ്ടാവും എന്ന് പറയും. അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ ഇതുപോലെ പാടുന്ന ഒരാളാണ്, അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലാക്കിയത് കേട്ടോ. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞു തന്നത്. അപ്പോൾ അത് നോട്ട് ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ.